ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ അമ്മ വെച്ച വാഴ കൊലച്ച് അവൻ വിളയാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് മാങ്ങത്തിട്ട് വീട്ടിൽ. ഇന്നലെ കുള്ളസിറ്റി വീട്ടിൽ നിന്ന് വൈകുന്നേരം പോകുന്നു. അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ തിരിച്ച് കുള്ളസിറ്റിക്ക് തന്നെ പോവാണ്. പിന്നെ വീടിൻ്റെ കരം അടയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പഞ്ചായത്തിൽ ചിലപ്പോൾ പോകണം, അല്ലെ അക്ഷയം അടയ്ക്കണം. പിന്നെ ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ ആങ്ങളുടെ മകൻ്റെ ബർത്ത്ഡേ ആണ്, ഈഡൻ മോൻ്റെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഈഡൻ മോനെ. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ നേരെ നമുക്കിപ്പോൾ കുരുളാസിറ്റി വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം, നിങ്ങൾ എൻ്റെ കൂടെ പോരെ. ഓക്കേ. വീട്ടിൽ നിന്ന് നേരെ ഞാൻ വന്നത് അക്ഷയിലാണ് കേട്ടോ. കരം അടയ്ക്കേണ്ടായിരുന്നു. അങ്ങനെ കരമൊക്കെ അടച്ചു. കുറച്ച് നേരം വണ്ടി നോക്കിയതിന് ശേഷം വണ്ടിയും വന്നു. നമ്മൾ രാജുമാരി എത്തിയപ്പോഴത്തേക്കും ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ ബർത്ത്ഡേക്കാരനായ എയ്ഡൻ ഒരു ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവന് എനിക്ക് ഒട്ടും സംശയമില്ലായിരുന്നു എന്ത് മേടിച്ച് കൊടുക്കണമെന്ന്. കാരണം എയ്ഡന് വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടി മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടയിൽ കയറിയപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അതെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പാട്ടുള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നോക്കി, നല്ല കളക്ഷൻസാണ്, കുറേ വണ്ടികൾ, പിന്നെ നല്ല വിലക്കുറവുണ്ട്. വലിയതെടുക്കണോ ചെറുതെടുക്കണോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം ഞാൻ ഇതെടുത്ത് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കടയിൽ നിന്ന് അതൊക്കെ പാക്ക് ചെയ്ത് മേടിച്ചു. നമ്മൾ എയ്ഡനുള്ള ഗിഫ്റ്റ് മേടിച്ചു. എയ്ഡന് മാത്രമല്ല നമ്മുടെ പെണ്ണിനും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന ബസ് കാത്തു നിന്നപ്പോഴാണ് എനിക്കൊരു ഓട്ടോ കിട്ടിയത്. ഓട്ടോയ്ക്ക് 20 രൂപയാണ് ചാർജ്. നമ്മൾ ബസ്സിന് പോയാൽ 13 രൂപ എങ്കിലും സുഖമായിട്ട് ഇരുന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോയിൽ കയറിയത്. നമ്മൾ കുരുള സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് നടന്നു പോവുകയാണെങ്കിൽ ഓട്ടോയ്ക്ക് അവിടെ വരെ വന്നേ. അപ്പോൾ ഇന്ന് എയ്ഡൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ ക്രിസ്റ്റിയുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ക്രിസ്റ്റിക്കും എല്ലാവരും വിഷ് ചെയ്യണേ. ഞാൻ പിന്നെ പെട്ടെന്ന് പോരേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ വേണം ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്രിസ്റ്റി കുഞ്ഞിനെ വിഷ് ചെയ്യുക. അതിൽ കുറേ പേര് അവരെ കാണാത്തതുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരക്കൊക്കെ ആയി, പഠിത്തവും കളിയും അതും ഇതൊക്കെ ആയിട്ട് ഇപ്പം കാണാനില്ലാത്ത. ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമുക്കങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചു ഇതാരുടെ വീടാണ്. ഇതാണ് നമ്മുടെ ഏലിക്കുട്ടി അമ്മച്ചിയുടെ വീട്, നമ്മുടെ അമ്മ വീട്. ചാച്ചിയമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നാളെ ആശുപത്രി പോകണമല്ലേ ചാച്ചിയമ്മ? നാളെ ആശുപത്രി പോകണമല്ലേ? അതെ. അപ്പം നാളെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ, എവിടെയാണ് പോകുന്നതെന്നൊക്കെ. അങ്ങനെ കൊച്ചി ടി വിയിൽ എയ്ഡൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ട്. ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് അവൻ്റെ ആൻറ്റിയും അതുപോലെ അമ്മയും ഇട്ടുണ്ടായിരുന്നു. കാണിക്കും, ഇടയ്ക്ക് കാണിക്കും. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ബിസിയാ, ഇവിടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് കേട്ടോ. ഹേയ് ഏഞ്ചൽ, ഇത് സ്കൂളിൽ പോയില്ലേ? എന്നിട്ട് ആശുപത്രി പോയാ? ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു കുറച്ച് നേരം കൂടിയിട്ട് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അവരുടെ കൂടെ കുറച്ച് നേരം ഡെക്കറേറ്റ് ചെയ്യാൻ. എനിക്ക് അറിയത്തൊന്നും ഇല്ല കേട്ടോ, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോംബോയിലാണ് ചെയ്യുന്നത്. പിന്നെ സിൽവറും ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ചെയ്ത് വരുമ്പോഴത്തേക്കും. പിന്നെ അമ്മയും മോളും കട്ടയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും പിന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ചാച്ചിയമ്മയും അന്നക്കുട്ടിയമ്മയും താഴെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. അപ്പം പോകണമെന്ന് വെച്ച് നേരം കൂടിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് പിന്നെ ആർച്ച് പോലെ ആക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, പിന്നെ യൂട്യൂബിൽ നോക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒരുവിധ ഗോൾഡ് വരുന്നത് അവിടെ അങ്ങ് തൂക്കി, നമ്മളെ ജനലിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവിടെ അങ്ങനെ തൂക്കി. പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ അത് കുറച്ച് ആർച്ച് പോലെ ആക്കിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ അമ്മായി ഉണ്ട്. അമ്മായി എന്ന് പറയുന്ന അമ്മച്ചിയുടെ ആങ്ങളുടെ വൈഫാണ്. ഇവരുടെ പാട്ട് പഠിക്കഞ്ചിലെ ഒരു പാട്ട്
ആ ഹാപ്പി ബർത്ത്ഡേയുടെ പാടി. അതല്ലാണ്ട് വേറൊരു പാടിക്കും, അത് കേക്ക് മുറിക്കുമ്പോൾ പാടും. അല്ലാണ്ട് ഒരു പാട്ട് പാടിക്കും, സ്കൂളിൽ പഠിപ്പിച്ച് ഏതെങ്കിലും ഒന്ന്. ആ ആ അതാരാ? ഏത് പുസ്തകം? മലയാളമാണോ? ആ ഓക്കെ പഠിക്കും. മഴയോട് തെങ്ങോട് മാറ്റാതങ്ങനെ വേനൽ ചിരിച്ചു വരുമുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളി ഇരുന്നു ചിരിയുണ്ട്. വീടിനക്കവും എല്ലാം വെയിലിന് കുളിച്ചിരിഞ്ഞു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയുമ്പടി വെയിലിൻ പുഴയൊരു കാറ്റുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിന് വീടൊരു പുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടലിൽ വെയിലിനോട് കൂട്ടുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്ന് കരഞ്ഞ് കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട്. ഇത്രയുള്ളോ? ആ വെരി ഗുഡ്. ഇതേത് മലയാളം പുസ്തകത്തിൽ എത്രാം ക്ലാസ്സിലെയോ? 3-ാം ക്ലാസ്സിലെയോ? 3-ലെയോ 4-ലെയോ? 3-ാം ക്ലാസ്സിലെ. അപ്പോൾ ഞങ്ങളുടെ ഏഞ്ചൽ വെച്ച് പാടിയ പാട്ട് 3-ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിലുള്ളതാണ് കേട്ടോ, അല്ലേ? മിടിക്കുകയാണ്, ടേം 2-ലുള്ളതാണ് കേട്ടോ. ഓക്കെ, മിടിക്കുകയാണേ. ഏതാണ് അവിടെ കിടന്ന് ബർത്ത്ഡേക്കാരൻ കിടന്ന ഓട്ടവും ചാട്ടവും. ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണെന്ന് കേട്ടോ. വേറൊന്നുമല്ല, അച്ചാമ്മയുടെയും അച്ചാച്ചൻ്റെയും കൂടെ കളിക്കുന്ന ഏടൻകുട്ടനാണേ. പ്രത്യേക ഒരു ഫീലാണ്. കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ ആങ്ങള. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് വൈകുന്നേരം രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേക്കും മേളിൽ നിന്ന് അച്ഛൻ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചാച്ചിയമ്മേനെയും അന്നക്കുട്ടിയമ്മേനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചാച്ചിയമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ക്ഷീണം, മരുന്നിൻ്റെ ക്ഷീണവും പിന്നെ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയും കൊണ്ട് മേളി കൊണ്ടുപോവാണ്. അപ്പം ഞാനും നടന്നു പോയാൽ മതി, പിന്നെ ഞാനും വണ്ടി കയറി കേട്ടോ. എന്നാ വേണം? ആഹാ, ഇതുകൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ തൊപ്പി. അതൊക്കെ ഞാൻ എടുത്തോ, നീ വെക്കുന്നത് മൊത്തമൊന്നും കൊണ്ടിരുന്നില്ല കേട്ടോ. ഇവിടെ ഒരു അതെന്നാ കയ്യിലിരിക്കുന്നേ? ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോ, കടത്തെ പോയി പെടുന്നത്.
അച്ഛൻ്റെ പേര് രാജൻ എന്നാണ് കേട്ടോ. അച്ഛൻ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ നിന്റെ ദൈവമേ, നിന്റെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും വിലയേറിയതുമായ ദിവസത്തിന്റെ സായനവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രത്തിന്റെ നാമത്തിലെ ഈ ഭവനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാനവും അനുഗ്രഹവുമായി കൊടുത്ത മക്കളെ, ദൂരെ പാർക്കുന്ന മകളെ, കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെയും കൊച്ചമ്മയെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദാനമായി തന്ന പൈതങ്ങൾക്കായി സ്തോത്രം രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഞങ്ങളുടെ മക്കൾ, ഹല്ലേലൂയ, അങ്ങേ അറിയുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങേ അറിഞ്ഞതിനാൽ അച്ഛൻ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും, ഇത് നല്ല കാര്യമാണെങ്കിലും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണെപ്പോലും നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് എപ്പോഴും ദൈവമാണല്ലേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും നമ്മൾ ആദ്യം ദൈവത്തെ ഓർക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അറിയത്തില്ല. ആ, അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചേച്ചി ഊതും. ഊത് ഇന്ന് മുറിക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെറിയ പീസ്. ചെറിയല്ല, ചെറിയ പീസ്. കൊടുത്തു. ആ. തൊപ്പേലും പിടിച്ചിരിക്കുക. കുറച്ച് 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 കുറച്ചെടുക്ക്. അവന് നന്നായിട്ട് മാത്രം നല്ല മധുരല്ലേ. ആദ്യം കൊടുക്കും. അവനറിയത്തില്ല അത് കൊടുക്കാൻ. പിടി, ഞാൻ എടുക്കാം. കൊച്ചമ്മ കൊടുത്തില്ലല്ലേ? എടുത്തു. ഇടാൻ കൊടുക്ക്.
ഇത് കൊടുക്കണ്ടേ ഫോട്ടോ എടുക്കൊന്നുമില്ല. Thanks for all. Thank you. ഫോട്ടോക്കാരി കൊടുത്തോ? ഇല്ല. കേക്ക് കൊള്ളാമോ? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? സൂപ്പറായിരുന്നു. താങ്ക് യു. ഈടന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം അവൻ്റെ പപ്പ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വണ്ടികളാണെന്ന്. വണ്ടികളെന്ന് പറയുന്ന ആൾക്കൊരു ക്രേസാണ്, ഒരുപാട് ഇഷ്ടമാണ്. ബസ്സാണ് കൂടുതൽ ഇഷ്ടം അതിൽ. അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസം വരുമ്പോൾ ഈടൻ്റെ വണ്ടികളൊക്കെ ഒരു കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാനും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുത്ത് കാണിക്കാൻ പറ്റിയില്ല, വേറെ ഒന്നുമില്ല, ഞാൻ ചെന്നതേ ഗിഫ്റ്റ് കൊടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ നടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. 4ാമത്തെ ബർത്ത്ഡേ ആണ് നമ്മുടെ ഈടൻ ആഘോഷിച്ചത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ മോന് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടു കൂടി മുന്നോട്ട് വളർന്നു വരാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കൂടെ കേക്കൊക്കെ കഴിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമായി. തിരിച്ചതുപോലെ ഞാനും ചാച്ചിയമ്മയും അന്നക്കുട്ടിയമ്മയും പോവാണ്. താഴെ വരെ ഉള്ളെങ്കിലും ചാച്ചമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് ഇതേ ഇറക്കി വിടാണ് അച്ഛൻ, കൊണ്ടേയാക്കുകയാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകൾ അയക്കാനും, നല്ലതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ പറയുക ഓപ്പണായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ.